ഹായ് ഫ്രണ്ട്സ്, ഇനി വരാനിരിക്കുന്ന എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യത്തെ സബ്ജക്റ്റ് സർവേയിങ് ആണ്. ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റ് കൂടിയാണ് സർവേയിങ്. നമുക്ക് പഠിച്ചാൽ കറക്റ്റ്ലി ആ മാർക്ക് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. അതുകൊണ്ട് ആദ്യം കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് നമ്മൾ പഠിക്കുക. ഞാൻ ഓരോ സ്ലൈഡും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും. സോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അതിനകത്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അതേപടിയുള്ള ഡെഫിനേഷൻസും അതേപോലെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ആ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ക്വസ്റ്റ്യനുകളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ സർവേയിങ്ങിന്റെ ഡെഫിനേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പോയിന്റിന്റെ റിലേറ്റീവ് പൊസിഷൻ കണ്ടുപിടിക്കുന്നത് എർത്തിന്റെ സർഫസിന് മുകളിലാകാം അല്ലെങ്കിൽ താഴെയാകാം. അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന ആർട്ടിനെയാണ് സർവേയിങ് എന്ന് വിളിക്കുന്നത്. ആ സർവേയിങ് നമ്മൾ വേണമെങ്കിൽ ഗ്രാഫിക്കലായിട്ടോ ന്യൂമറിക്കലായിട്ടോ അതിന്റെ വാല്യൂസ് എൻ്റർ ചെയ്യാം. അപ്പം ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഒരു പോയിന്റിന്റെ എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയാണ് സർവേയിങ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ആണ് റിലേറ്റീവ് പൊസിഷൻ. ഒരു പോയിന്റിന്റെ റിലേറ്റീവ് പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനാണ് സർവേയിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ്. സർവേയിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി പറഞ്ഞു, പോയിന്റിന്റെ റിലേറ്റീവ് പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനാണെന്ന്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പ്രപ്പോസ്ഡ് സ്ട്രക്ചറിനെ ഗ്രൗണ്ടിലേക്ക് മാർക്ക് ചെയ്യോ ലേ ഔട്ട് ചെയ്യോ ചെയ്യാൻ. നെക്സ്റ്റ് വൺ ആണ് ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റീസ്, ഇപ്പൊ ഏരിയ ആവാം വോളിയം ആവാം, അത് മെഷർ ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഒന്ന് റിലേറ്റീവ് പൊസിഷൻ കണ്ടുപിടിക്കാന്, പിന്നെ ഒരു സ്ട്രക്ചറിനെ ഒരു പ്രപ്പോസ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് മാർക്ക് ചെയ്യാന്, പിന്നെ റിലേറ്റീവ് ക്വാണ്ടിറ്റി ലൈക്ക് ഏരിയ വോളിയം ഇതൊക്കെ നമ്മൾക്ക് മെഷർ ചെയ്യാനുമാണ് സർവേയിങ് ഉപയോഗിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിങ് മെഷർമെന്റ്സ്. ആ ഡെഫിനിഷനകത്ത് പറഞ്ഞിരുന്നു, നമ്മളൊരു പൊസിഷൻ കണ്ടുപിടിച്ച് ഒരു പോയിന്റ് പൊസിഷൻ കണ്ടുപിടിച്ചെങ്കിൽ അത് ഗ്രാഫിക്കലായിട്ടോ ന്യൂമറിക്കലായിട്ടോ എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ന്യൂമറിക്കലായിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എക്സാമ്പിൾ ആണ് AB = 260 കിലോമീറ്റേഴ്സ്. അത് ന്യൂമറിക്കലായിട്ട് നമ്മൾ എൻ്റർ ചെയ്തു. ഗ്രാഫിക്കൽ എന്ന് വെച്ചാൽ ആ ഗ്രാഫിക്കൽ നമ്മൾ വരച്ചു, A to B ഒരു ലൈൻ വരച്ചിട്ട് അതിന്റെ മുകളിൽ ആ മെഷർമെന്റ് എഴുതി. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ മെഷർമെന്റ്സ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. റെപ്രസെന്റ് ചെയ്യുന്ന സ്കെയിലാണ് ഇനിയും പറയാൻ പോകുന്നത്. സോ അത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയും. അതാണ് RF. RF എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇപ്പം ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് കൂടും തോറും നമുക്ക് കിട്ടുന്ന RFന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് മാപ്പ്. മാപ്പ് നമ്മൾ ഒരു 1 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു 1000 കിലോമീറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഈ താഴെ 1000 വരുമ്പോഴത്തേക്കും അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പം വാല്യൂ ഒബ്ജക്റ്റിന്റെ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ആ കൂടുതലുള്ള വാല്യൂ കിട്ടുമ്പം അതിന്റെ ആൻസർ എന്ത് വരും, കുറയുകയാണ് ചെയ്യുന്നത്. ഡിനോമിനേറ്റർ കൂടുന്തോറും ആൻസർ കുറയുകയല്ലേ ചെയ്യുന്നത്. സോ അത് തന്നെയുള്ള കൺസിഡറേഷൻ. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്കെയിൽ എന്തായിരിക്കും, കുറവായിരിക്കും. സോ മാപ്പ് എന്ന് പറയുന്നത് ഒരു സ്മോൾ സ്കെയിലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പ്ലാനെ കൺസിഡർ ചെയ്യാം. കമ്പയർ ടു മാപ്പ് നമ്മൾ 1 സെന്റിമീറ്റർ 100 മീറ്ററിലാണ്. ഒരു ബിൽഡിംഗ് മാൻ കൺസിഡർ ചെയ്താൽ മതി. 1 സെന്റിമീറ്റർ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് വരയ്ക്കുവാണെങ്കിൽ 100 മീറ്റർ ആണ് ശരിക്കും ഗ്രൗണ്ടിലുള്ളത്. സോ അങ്ങനെ വരുമ്പം ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കുറവാണ് കമ്പയർ ടു ഈ പറയുന്ന മാപ്പ്. സോ കുറയെ വരുമ്പോൾ നമുക്ക് കൂടുതലുള്ള ഒരു സ്കെയിൽ ആയിരിക്കും എന്ത് കിട്ടുന്നത്, RF ആയിട്ട് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് പ്ലാൻ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ എന്നും മാപ്പ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ എന്നും എഴുതിയിരിക്കുന്നത്. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, മാപ്പിലോ പ്ലാനിലോ ഉള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസുകൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോൺ ചെയ്യുന്നത് ഹെൽപ്പ് ഓഫ് എ കോണ്ടൂർസ് ആൻഡ് എ സ്പോട്ട് ലെവൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ കോണ്ടൂർസ് നോക്കാം. കോണ്ടൂറുകൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ എലിവേഷൻസ് ഉള്ള പോയിന്റുകൾ കൂട്ടി വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ കോണ്ടൂർസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്പോട്ട് ലെവൽ. സ്പോട്ട് ലെവൽ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ പോയിന്റിന്റെ റെഡ്യൂസ്ഡ് ലെവലോ അല്ലെങ്കിൽ ഹൈറ്റോ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കോണ്ടൂറിനാണ് ഏറ്റവും ബെറ്റർ വിഷ്വലൈസേഷൻ ഓഫ് ഏരിയ കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും ഡെഫിനേഷൻസ് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. കോണ്ടൂർ എന്താണ്, സ്പോട്ട് ലെവൽ എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ ഇനി നമുക്ക് കുറച്ച് ബേസിക് ഡെഫിനേഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ആണ് ഷേപ്പ് ഓഫ് എർത്ത്. എർത്തിന്റെ ഷേപ്പ് എന്താണ്? എർത്തിന്റെ ഷേപ്പ് 3 ഉണ്ട്: ഒബ്ലേറ്റ്, എലിപ്സോയിഡ് ആൻഡ് ഓവലോയിഡ്. ആദ്യത്തെയാണ്
ഒബ്ലേറ്റ് സ്പിറോയിഡ്. ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്നത് പോളാർ ഭാഗം കുറച്ചുകൂടി ഫ്ലാറ്റൈൻഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് പോളാർ ആക്സിസ് എന്ന് പറയുന്നത് 43 കിലോമീറ്റേഴ്സ് സ്മോളർ ദാൻ ദ ഇക്വിറ്റോറിയൽ ആക്സിസ് ആയിരിക്കും. സോ ഈ 43 കിലോമീറ്റേഴ്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ആണ് എലിപ്സോയിഡ്. എലിപ്സോയിഡിന്റെ പ്രത്യേകത ഒന്നുമില്ല, ജസ്റ്റ് ഇക്വിറ്റോറിയൽ സെക്ഷൻ എടുക്കുമ്പോൾ അത് എലിപ്സോയിഡ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ നേച്ചറിൽ കാണപ്പെടും. അതാണ് എലിപ്സോയിഡ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഓവലോയിഡ്. ഓവലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിനെക്കാട്ടും കുറച്ചുകൂടി ലാർജർ ആയിരിക്കും. സോ ഇത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ എർത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ലേറ്റ് സ്പിറോയിഡ്, എലിപ്സോയിഡ്, ഓവലോയിഡ്. കറക്റ്റ് ഒരു ജോമെട്രിക്കൽ ഷേപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു പുതിയ നെയിം ഇതിന് കൊടുക്കാം. ദാറ്റ്സ് കോൾഡ് ജിയോയിഡ്. സോ അതിന്റെ പേരാണ് ജിയോയിഡ്. അപ്പം എർത്തിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജിയോയിഡ്. പക്ഷെ ഇത് ഓൾറെഡി ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ 3 ഷേപ്പും വെച്ചിട്ട് എർത്തിന്റെ ഷേപ്പ് എന്താണ്? ഓപ്ഷനിൽ ഒബ്ലേറ്റ് സ്പിറോയിഡ്, എലിപ്സോയിഡ്, ഓവലോയിഡ് ഒക്കെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ഓൾ ദി എബോവ് ഉണ്ടായിരുന്നു. സോ ഓൾ ദി എബോവ് ആണ് ആൻസർ. സോ ഓർത്തിരിക്കുക, എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒബ്ലേറ്റ് സ്പിറോയിഡ്, എലിപ്സോയിഡ്, ഓവലോയിഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ ആ സമയത്ത് നമുക്കൊരു പുതിയ നെയിം കൊടുക്കാം. ദാറ്റ് ഈസ് കോൾഡ് ജിയോയിഡ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എങ്കിൽ പോലും നമുക്ക് കാൽക്കുലേഷൻ പർപ്പസ് ഈസി ആക്കാൻ വേണ്ടി, സോ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി മാത്രം എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം, ഒരു കാൽക്കുലേഷൻ പർപ്പസിന് മാത്രം. സോ ഈ സ്ലൈഡിൽ നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ഷേപ്പ് ഒബ്ലേറ്റ് സ്പിറോയിഡ്, എലിപ്സോയിഡ്, ഓവലോയിഡ് ഷേപ്പുകളുണ്ട്. പോളാർ ആക്സിസ് എന്ന് പറയുന്നത് 43 കിലോമീറ്റർ സ്മോളർ ദാൻ ഇക്വിറ്റോറിയൽ ആക്സിസ് ആണെന്ന് ഓർക്കണം. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്തൊരു പുതിയൊരു നെയിമാണ് ജിയോയിഡ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ പർപ്പസിന്റെ ഈസിനെസ്സിന് വേണ്ടി നമ്മൾ എർത്തിന്റെ സർഫസ് അസ്യൂം ഇറ്റ് എ സ്പെറിക്കൽ വൺ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ ഓർക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് ലെവൽ സർഫസ്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ. ആ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നതാണ് എർത്ത്. എർത്തിന് ഞാൻ ഒരു ഓഫ്സെറ്റ് കൊടുത്തു. അങ്ങനെ കിട്ടുന്ന എർത്തിന് പാരലായിട്ട് കിട്ടുന്ന കേർവ്ഡ് സർഫസിനെയാണ് ലെവൽ സർഫസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഓർത്തിരിക്കുന്ന ഒരു പോയിന്റ് കൂടി ഉണ്ട്, അത് പ്ലം ലൈനിന് നോർമൽ ആയിരിക്കും. ആ ഒരു ലെവൽ സർഫസിന് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അത് പ്ലം ലൈനിന് നോർമൽ ആയിരിക്കും. സോ ഈ 2 പോയിന്റ് ആണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്, എർത്തിന്റെ സർഫസിന് പാരലായിട്ട് ഒരു കേർവ്ഡ് സർഫസ് ആണ്, അതേപോലെ നോർമൽ ടു ദ പ്ലം ലൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെവൽ ലൈൻ ആണ്. ഈ ലെവൽ സർഫസിൽ തന്നെ വരയ്ക്കുന്ന ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് ലെവൽ ലൈൻ. ഇറ്റ് ഇസ് എ ലൈൻ ഇൻ ദ ലെവൽ സർഫസ്. അത്രേ ഉള്ളൂ അവിടെ പറയാനുള്ളത്. ഈ ഡെഫിനിഷൻസ് ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ഹൊറിസോണ്ടൽ സർഫസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ലെവൽ സർഫസ് അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് എടുക്കുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് ചില കേസിൽ. ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എർത്തിന്റെ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് വരയ്ക്കുന്നതാണ്. അതേപോലെ ഓർത്തിരിക്കുക, ഈ പ്ലം ലൈന് പെർപെൻഡിക്കുലർ ആണ്. പ്ലം ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താ പറഞ്ഞത്? എർത്തിന്റെ സർഫസിന് ഒരു ടാൻജൻഷ്യൽ ആയിട്ട് ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതുവഴി ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഹൊറിസോണ്ടൽ ലൈൻ. നെക്സ്റ്റ് വൺ ആണ് ഗ്രേറ്റ് സർക്കിൾ. ഗ്രേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്തു പോകുന്ന ഒരു ഇമാജിനറി സർക്കിൾ ആണ്. ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇക്വേറ്ററും ലോങ്ജിറ്റ്യൂഡിലും കൂടി പോകുന്ന ആ ഒരു ഇമാജിനറി സർക്കിളിനെയാണ് ഗ്രേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ. ഈ ഗ്രേറ്റ് സർക്കിൾ ഒരു എർത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ഹാഫ്സ് ആണ് കിട്ടുന്നത്. സോ ഗ്രേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമാജിനറി ലൈൻ ആണ്. അത് സെന്റർ ഓഫ് എർത്തിൽ കൂടിയാണ് പാസ് ചെയ്തു പോകുന്നത്. 2 ഈക്വൽ പാർട്ടായിട്ടായിരിക്കും കിട്ടുന്നത്. ആ ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കറക്റ്റ് ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടും, ഇക്വേറ്റർ ആൻഡ് ലോങ്ജിറ്റ്യൂഡ്. നെക്സ്റ്റ് വൺ ആണ് സ്പെറിക്കൽ ട്രയാങ്കിൾ. ആ ഫിഗറിനകത്ത് സ്പെറിക്കൽ ട്രയാങ്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് സർക്കിൾ പറഞ്ഞു. ഗ്രേറ്റ് സർക്കിൾ എന്തായിരുന്നു? ഒരു ഇമാജിനറി ആയിട്ടുള്ള സർക്കിൾ ആണ്. എർത്തിന്റെ സെന്ററിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അങ്ങനെ 3 ഗ്രേറ്റ് സർക്കിളുകൾ
ഇങ്ങനെ പാസ് ചെയ്യുന്നു. അത് ഇന്റർസെക്ട് ചെയ്യുന്ന 3 ആർക്കുകളുണ്ട്. ആ ആർക്കുകളുടെ ഇന്റർസെക്ഷനിൽ ഫോം ചെയ്യുന്ന ആ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് സ്പെറിക്കൽ ട്രയാങ്കിൾ. ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത് അതാണ്. 3 ഗ്രേറ്റ് സർക്കിളുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഒരു 3 സൈഡുകളാണ് ഫോം ചെയ്യുന്നത്. ആ 3 സൈഡുകൾ ഫോം ചെയ്ത് ഇന്റർസെക്ട് ചെയ്തുണ്ടാവുന്നതാണ് സ്പെറിക്കൽ ട്രയാങ്കിൾ. ആ എൻക്ലോസ് ചെയ്യുന്ന ആർക്ക്, ഓരോ 3 സൈഡ് അല്ലേ, ആ 3 സൈഡിലെ ആർക്കാണ് ഇതിനകത്തെ സ്പെറിക്കൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത്. സോ ആർക്ക് എൻക്ലോസിംഗ് സ്പെറിക്കൽ ട്രയാങ്കിൾ ഈസ് കോൾഡ് ദർ സൈഡ്. ആൻഡ് അതിനകത്ത് ഓരോ ഇന്റർസെക്ഷൻ, ഈ ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെയാണ് സ്പെറിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞത്. സോ ഇത്രയേ ഉള്ളൂ. 3 ഗ്രേറ്റ് സർക്കിളുകൾ ഇന്റർസെക്ട് ചെയ്ത് ഫോം ചെയ്യുമ്പോൾ ആ ഇന്റർസെക്ഷന് സർഫസിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. അതിനെയാണ് സ്പെറിക്കൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ സ്പെറിക്കൽ ട്രയാങ്കിൾ എൻക്ലോസ് ചെയ്യുന്ന ആർക്കുകളുണ്ട്. ആർക്കാണ് അതിന്റെ സൈഡ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് സ്പെറിക്കൽ ആംഗിൾ. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് പ്രോപ്പർട്ടീസ് ഓഫ് എ സ്പെറിക്കൽ ട്രയാങ്കിൾ. സ്പെറിക്കൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന്റെ ആംഗിൾ എന്ന് പറയും, ഇന്റീരിയർ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 180യേക്കാൾ കൂടുതലായിരിക്കും. ഒരു സാധാരണ ഒരു ട്രയാങ്കിൾ എടുക്കുക, അതിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് ഇറ്റ് വിൽ എക്സീഡ്സ് 180 ഡിഗ്രി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെറിക്കൽ എക്സസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അത് റേഞ്ച് ചെയ്യുന്നത് ഒരു 180 to 360 ഡിഗ്രി ആയിരിക്കും. സോ അത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെറിക്കൽ ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എക്സീഡ്സ് 180 ഡിഗ്രി. സോ അത് ഓർത്തിരിക്കുക. സോ ഇത്രയാണ് തിയറി പോർഷനിനകത്ത് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. തിയറിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഫർദർ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ താങ്ക് യു.